അങ്ങനെ ഗൈസ് രാവിലെ 6 മണിയായിട്ടാണ്. മണ്ടയ്ക്ക് ഇങ്ങനെ കാണാം ചെറിയ വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തുറക്കാം. ഓക്കെ, ഇനിയുണ്ട്. രാത്രിയായിട്ടുണ്ട്. ചെറുതായിട്ട് 6 മണിയായതേ ഉള്ളൂ ഗൈസ്. ലൈറ്റ് അണഞ്ഞിട്ടൊന്നുമില്ല. 35 ഏജായുണ്ട്. ചെരുപ്പ് നമ്മൾ അവിടെ എവിടെയാണ് കൊണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ. ഓ രാവിലെ അങ്ങോട്ടൊക്കെ വെട്ടാം. കേസ് ഇവരുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം അത് കാണുക. ഇത് സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ. മഹാദിനെ കണ്ടെണ്ണിച്ച് വേണ്ട, രാവിലെ ആവാറായി. നമുക്കിനി സൂര്യ ഉദിക്കണമെന്ന് കാണണം. പണ്ടൊക്കെ നല്ല വെട്ടമായി, നല്ല വെട്ടമായി. അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ വെട്ടമായി. നമ്മളുണ്ട് ഇവിടെ ഈ ലൈറ്റും കത്തിച്ച് നമുക്ക് ചായ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് കുറച്ച് ഒന്നും ഇല്ല, രാവിലെ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ 6 മണിക്ക് ചായ ഇട്ടിട്ട് എടുക്കാൻ കാരണം അവിടെ ടോർച്ച് ഒന്നുമില്ല. അത് നമ്മൾ രാത്രി ഇതെല്ലാം ഉറുമ്പുണ്ട്. അപ്പം ഗൈസ് നമ്മൾ കുറച്ച് കത്തിക്കാനുള്ള വിറകെടുക്കാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ് അങ്ങോട്ട്. ഇത് ഇറക്കാം, ഇതെടുക്കാം. വാ പറക്ക്. ഞാൻ കഴുകി എന്നാലും എടുക്കണം. തോനെ എടുത്തിട്ട് പോണേ. തോനെ ഇടി എടുക്കുകയായതുകൊണ്ട് എനിക്ക് 2 കൈ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനൊക്കെ എഴുതലുണ്ടാണ്. ഇതേ കാണിച്ചു എഴുതും. ഹാർഡ് വർക്കിംഗ്. അതെ, നമ്മുടെ ടെൻറ്റിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ടെൻറ്റ് കണ്ടോ? നമുക്ക് വേണ്ട അപ്പം കൊണ്ടിട്ടോളൂ. അത് വലിയിട്ടേക്ക്. വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊക്കെ കത്തിക്കണം. ചായ എല്ലാം അല്ലേ. അങ്ങനെ കേസ് കഷ്ടപ്പെട്ട് ഞാനത് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കേസ് നമ്മൾ കത്തിച്ചിട്ട് ഇനി നമ്മൾ പാത്രം വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിൽ. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേയില ഇടാൻ പോവുകയാണ്. നമ്മുടെ തേയില പക്ഷേ നമ്മുടെ ബ്രൂവും തേയിലയും കൂടി മിക്സായി. അപ്പോൾ നമ്മൾ വേറെ പാക്കറ്റ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബ്രൂ നമ്മൾ ഇടുവാണ്. ചായ ഇടാമെന്ന് വിചാരിച്ചതാണ്. തേയിലയും ബ്രൂവും കൂടി മിക്സ് ആയതുകൊണ്ട് നമ്മൾ ഇനി ബ്രൂ മാത്രമായിട്ട് ഇടാൻ പോവുകയാണ്. ആ കവർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിടാം. രണ്ടും കൂടെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ കേസ് ഞാൻ പഞ്ചസാര ഇടാൻ പോവുകയാണ്. അപ്പം കേസ് നമ്മുടെ തേയില വെള്ളം ആയിട്ട് നമ്മളൊന്ന് കാണിച്ചിട്ടാണ്. മഹാദൻ എടുത്ത് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ തേയില വെള്ളം. ഓക്കെ, നമുക്ക് എടുക്കാം. അപ്പോൾ നല്ല ചൂട് ചായം കാര്യം മധുരം നോക്കാതെ എന്തിനു പോകാം. മധുരം നോക്കാത്തവരാണ്.
ഞങ്ങൾക്ക് പേപ്പർ നമ്മൾ എടുക്കാം. മതി. മധുരമില്ല അതാ പ്രശ്നം. ബാക്കിയല്ല ഓക്കെ. മധുരം കുറവാണ്. ഇവിടെ മധുരം ഇട്ടിട്ടുണ്ട്. മാറിക്കാം. ഇപ്പം നല്ല വെട്ടം പോകുന്നുണ്ട്. കുടിച്ചോക്കാം. മധുരമില്ല. എത്ര ഇരിക്കും ഇതിനകത്ത്? ഇച്ചിരി ഇരിക്കാം. മഹാദന് കുറച്ച് മതിയല്ല. മഹാദന് പാൽ ചായ കുടിക്കത്തുള്ളൂ. അതുകൊണ്ടോ ഓക്കെ. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്ക്. കണി വീഡിയോ ഗീസ് കണ്ട അടിപൊളിയല്ലേ. ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നോക്കാം. പോകാം. അതുകൊണ്ട് ലൈറ്റ് എങ്ങനെയാടാ? ആ ലൈറ്റ് ക്ലിപ്പ് അങ്ങ് കേട്ടാ. ആ ലൈറ്റ് ഇപ്പോഴും കത്തുവാണ്. ഉണ്ടോ? ഒരെണ്ണം ഊരിയാൽ മതിയായിരുന്നു. ഉറപ്പില്ല. നമുക്കിനി ടെൻറ്റിലോട്ടൊന്ന് കയറിയാലോ. കാഴ്ച നനവുണ്ട്. അതുകൊണ്ട് നമ്മൾ കയറുന്നില്ലാണ്ട്. ഞാൻ കയറാം. അപ്പോൾ കേസ് നമ്മൾ ടെൻറ്റിലോട്ട് കയറുകയാണ്. ഓക്കെ നമുക്ക് കയറാം. ഇവിടെ കല്യാണം മാറ്റട്ടെ ഗൈസ്. സിബടച്ച തുറ്റം കിട്ടാൻ നെറ്റ് അതെടുത്തുണ്ട്. ഇതെൻ്റെ ബാഗാണ് ഗൈസ്. ഈ പാത്രങ്ങളൊക്കെയാണ് ഗൈസ് അവൻ്റെ ബാഗിൽ. ഗൈസിന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കറി എന്തുവാ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. എല്ലാം പഞ്ചസാരയാണ് ഇട്ട് പിന്നെ വേറെ എന്താ കറിയാണ്. ഗൈസ് നമ്മൾ ഇന്നിക്കാൻ പോവാണ്. കാരണം നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ കഴിക്കാനതില്ല. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഗൈസ് കഴിക്കാൻ. നമുക്ക് സിബ് തുറക്കട്ടെ ഗൈസ്. തുറക്കുക. നമ്മളിവിടെ ചിലരുടെ തമ്മിനയിലൊക്കെ എഡിറ്റ് ചെയ്യുന്നല്ലേടാ. കുറച്ച് ഫോട്ടോ എടുത്ത് തമ്മിനയിലൊക്കെ. ഓ ഗൈസ് എണ്ണിച്ചിട്ടുണ്ട് ഗൈസാൻ്റെ. നമുക്ക് എന്തെങ്കിലും ചെരുപ്പ് കൂടെ ആണെങ്കിൽ നമുക്ക് ചെരുപ്പ് ചെരുപ്പ് വന്നായിരിക്കാം. ഇല്ല മഞ്ഞുള്ള സ്ഥലത്തോടെ നടന്ന് ഗൈസ്. അതൊരു പ്രശ്നമാണ്. അതാ ഈ സൂര്യ ഉദിച്ചേണ്ടാ. ഗൈസ് നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് കഴിക്കാൻ പോകുന്നു. ആട്ട വേണ്ട റേഷൻ കടയിൽ നിന്ന് ഇടുന്നുണ്ട്. നമ്മളാണ് ഇങ്ങനെ ഒഴിക്കണം. എത്ര ഇടണമെന്ന് അറിയത്തില്ല. ബാക്കി വരുന്ന നമുക്ക് കട്ട്. മഹാദൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കണം. വേണ്ട ഇത്രയും മതിയോ ഗീസ് നിങ്ങൾക്ക്? ഇനി നമുക്ക് ഇടാം. നമുക്കിനി ആവശ്യം വരുമ്പോൾ നമുക്ക് ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണ ഇടണം. വേണ്ട വെളിച്ചെണ്ണ ചെയ്യാണ് എടുത്തുള്ളൂ. ഇന്നലെ ചിക്കൻ ഫ്രൈക്ക് അത് കുറേ പോയി. ചെറിയ കുപ്പിയാണ് എടുത്തത്. ഞാൻ ചെറിയ കുപ്പിയൊന്നും കിട്ടില്ല. ഈ ഉപ്പ് വേണം. അവൻ വരുമ്പോഴേ അതുകൊണ്ട് അവിടെ ഉപ്പെടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ഇരിക്കുവാണ് ഉപ്പ്. അതുകൊണ്ടത് ഇപ്പം നമുക്ക് എടുക്കാം. വരട്ടെ. മാവൊക്കെ കഴിക്കണം. വെള്ളം കുടിക്കണം. ആദ്യമാണ് ജീവിതത്തിൽ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി വിഷയമാണ്. ചെറിയ സൗണ്ടൊക്കെ കാണും വെള്ളം കുടിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് മീസ് ആവുന്നില്ല. എത്ര വെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യത്തെ ഇതായതുകൊണ്ട് ഭയങ്കര പാടാണ്. ഈ കൈ പക്കമായി ഞാൻ കുഴക്കണം. ഈസ് നല്ല സുഖമുണ്ട്. ഈസിലെ ക്ലൈയിലിട്ട് കഴിക്കുന്നത്. ഉപ്പെടുത്തുന്നോടാ. മഹാദ ഉപ്പിട്ടാടാ. ഓ ഇട്ടാ. ഇട്ട് വീണ്ടും കുഴയ്ക്കുവാണ് ഈസ്. ഇച്ചിരി വെളിച്ചെണ്ണ മതി. ഇച്ചിരി ഒഴിച്ചാൽ മതി. ഇച്ചിരി 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 വരട്ടെ. മതി മതി മതി. നമുക്ക് ഗേസ് ഇനി നമുക്ക് ആണി കുറയണം.
വീഡിയോ അടിച്ചോ. അപ്പോൾ ഞാൻ കുഴക്കാൻ വരികയാണ്. ഭയങ്കര പാടാണ്. നഹാനാണ് ഈ സമയം ചുടുന്നത് അല്ലേ? ആദ്യം പരതട്ടെ. പരതാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. വെള്ളം ഒഴിക്കണം. വെള്ളം. അയ്യോ വെള്ളം കുടിയോ. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി എടുക്കാമല്ലേ. ആരെങ്കിലൊക്കെ തിന്നട്ടെ. ആരെങ്കിലും പട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ്. കുഴച്ചിട്ടും ഒന്നും ആവുന്നില്ല. എനിക്കിൻ്റെ പരുവൊന്നും അറിയത്തില്ലല്ലേ. നിനക്കും അറിയത്തില്ല. ഇതാണ് ഈ സമയം ഇത്ര പേരുകൊണ്ട് കുരച്ചത്. ഇച്ചിരി വെള്ളം കുറവ് കൂടിപ്പോയി തോന്നുന്നു. ഇച്ചിരി മാവ് കുരയ്ക്കാൻ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി മാവ് ഇടാം അല്ലേ? അതെ. ഇച്ചിരി കുരയ്ക്കട്ടെ എന്നിട്ട് നോക്കാം. ചിലപ്പം എല്ലാം പിടിച്ചാലോ ആ വെള്ളം അങ്ങ് പോയാലോ. പിന്നെ വീണ്ടും വെള്ളം ഒഴിക്കും. എത്ര ചപ്പാത്തി ഇതോടാ? പിന്നെ 2 3 തിന്നു. കുഴപ്പമില്ല. 3 എണ്ണം തിന്നണം. ഞാനും 3 എണ്ണം തിന്നു. ഓക്കെ. ഇതെല്ലാം ആക്കിയിട്ടുണ്ട്. എല്ലാം ആക്കിയിട്ടുണ്ട്. ഞാൻ പോയി കൈ കഴുകാൻ പോകണം. പിന്നെ നമുക്ക് കുഴയ്ക്കാനുള്ള പരിപാടി നോക്കാം. അല്ല കുഴയ്ക്കാനല്ല പരത്താനുള്ള പരിപാടി. അപ്പോൾ ഇനി നമ്മൾ ചപ്പാത്തി പരത്താൻ പോവാണ്. ഞാൻ ചപ്പാത്തിയുടെ ഷേപ്പ് ഒന്നും നോക്കണ്ട. എനിക്ക് പരത്താനൊന്നും അറിയത്തില്ല. ഈ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഈ ഭാഗം കണ്ടോ? നമുക്കിങ്ങനെ വേറെ വഴിയൊന്നുമില്ല. എനിക്കതേ അറിയത്തുള്ളൂ. ഓക്കെ. അപ്പം കട്ടിയതോ പിന്നെ ഫുള്ള് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. എൻ്റെ തലയൊക്കെ കിട്ടുന്നുണ്ടോ? ഇടുന്നുണ്ട്. ഓക്കെ ഡൺ. ഏതാണ് ഫുള്ള് ഈച്ച് ഇത്ര ഉള്ളൊരു 8 കാലി വരെ. ചെല്ലി വേഗം കയറി ഞങ്ങൾ ഒപ്പിക്കാൻ നോക്കും. കുളിക്കണം ഇപ്പം രാവിലെ. എന്നിട്ടേ കഴിക്കുന്നുള്ളൂ. എൻ്റെ അടുത്തൊക്കെ വന്ന് ഇരിക്കുന്നു ഈച്ച. ഇവിടെ അടച്ചിരിക്കുകയാണ്. സൗണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇവിടുത്തെ ചപ്പാത്തി വീട്ടിൽ ഈച്ചയെല്ലാം അടച്ചിരിക്കുക. പൊടി മാത്രമേ ഉള്ളൂ കാരണം അതിനകത്ത് വീഴത്തൊന്നുമില്ല. അതൊരു പാട്ടൊക്കെ ന്യൂസ് പേപ്പറായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുഴപ്പമില്ല. തെന്നിനകത്ത് ഈ സൗണ്ട് നെറ്റാണ്. ഈ പൊട്ടനാണെങ്കിൽ നെറ്റ് കിടക്കില്ല. എന്തോ ചെയ്യാൻ. നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം ചപ്പാത്തി പരത്തിയതൊക്കെ. അപ്പോൾ ഈ നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി നമ്മളിങ്ങനെ ടെൻറ്റിനകത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചുടണം. അപ്പോൾ ഈ സമയം ചപ്പാത്തി ചുടാൻ വേണ്ടി അവൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നല്ലോണം തീ കത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാൻ എടുത്ത് വെക്കാം. ഗൈസ് ഇനി നമുക്ക് പാൻ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തി ഇട്ട് ചൂടാം. അപ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി നമ്മളങ്ങ് പാനിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സമയം ചപ്പാത്തി പൂർണ്ണമായിട്ടും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത ചപ്പാത്തി നമ്മൾ എടുത്തിടാൻ പോവാണ്. എല്ലാവരും ഒക്കെ ഒന്ന് ക്ഷമിക്കണം. കാരണം നമ്മൾ മൈക്ക് ഉപയോഗിക്കാനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചിലതൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും. അടുത്ത ടെൻറ്റ് വ്ളോഗിൽ നമ്മളതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും.
അടുപ്പിൻ്റെ മൊത്തവും പുകയാണ്. ഇത്രയേ ഉള്ളൂ. എടുത്തോ തിരിച്ച് അത് ആ സൈഡ് തന്നെ, ഈ സൈഡ് തന്നെ ഒന്നര ഇട്. തീ ഇല്ല അതുകൊണ്ടാണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയതാണ്. ബാക്കിയെല്ലാം അടിയിലുണ്ട് നല്ലത്. അടവുള്ള ചപ്പാത്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെണ്ടി, നമുക്ക് ചെണ്ടിനകത്ത് ഇരുന്ന് കഴിക്കണം. ഇവിടെ ഉണ്ട് മസാലകൾ, ഉപ്പ് മുളക്, അവിടെ ഉപ്പിരിക്കുന്നു. നമ്മുടെ ഗ്ലാസ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഹാനെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കെല്ലാം തിന്നാം. ഞാൻ മഹാനാണ്ട് ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഉള്ളി പൊളിച്ചിട്ടുള്ള കാണിച്ചു തരാം. തിന്നാൻ പോകണം. മഹാദാ ടേസ്റ്റ് വെക്കുക. പഞ്ചസാരയാണ് ഗൈസ്, വേറെ അറിയൊന്നും ഉണ്ടാക്കിയില്ല. സൂപ്പറാണ്. അടിപൊളിയല്ലേ പഞ്ചസാര ഇടാൻ. ഞാനും ഒരെണ്ണം തിന്നാം. ഇത് ഞങ്ങൾക്ക് എടുക്കണം, ഇച്ചിരി പഞ്ചസാരയിൽ ഇങ്ങനെ എടുക്കണം. അതാണ്ട് അടിപൊളി അടിപൊളി സാധനം അല്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ സാധനം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളവിടെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഈ നമ്മൾ എന്താ ചീനി പുഴുങ്ങണം. പിന്നെ എൻ്റെ കൂടെ ഉള്ള ആ മുളക് ചമ്മന്തി അതൊക്കെ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നേരത്തെ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം വേണേ. ഇതിനകത്ത് നമ്മുടെ പുളിയാണ് ഗൈസ്. അതിൻ്റെ അകത്ത് പുളി, പിന്നെ ഇതിനകത്ത് നമ്മുടെയൊക്കെ വേണ്ട കൊച്ചുള്ളി, പിന്നെ ഇതിനകത്ത് നമ്മുടെ തേയില, അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലല്ലോ. പിന്നെ നമുക്ക് മുളക് പൊടി, പിന്നെ നമ്മുടെ ഉപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ചീനി പുഴുങ്ങാനും ചമ്മന്തി അരയ്ക്കാനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ആദ്യം നമുക്ക് കൊച്ചുള്ളിയൊക്കെ ഒന്ന് അരിയണം ഗൈസ്, പീസാക്കാൻ. അപ്പം നമ്മൾ കട്ടിംഗ് ബോർഡ് നമ്മുടെ ഇതാണ്. നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം ആദ്യം. എല്ലാ കൊച്ചുള്ളിയും കിട്ടുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് ആദ്യം ഈ അറ്റം തുമ്പ് കട്ട് ചെയ്യാം ഗൈസ്. ആണ്ട ഇങ്ങനെ തുമ്പ് കട്ട് ചെയ്യുന്ന ഇത് കാണിച്ചാൽ പിടിക്കുന്നു. ഗൈസ് നമ്മളങ്ങനെ ഉള്ളിയെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കരുവി എടുക്കാം. ഇത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണം നമുക്ക് ഉള്ളി ഉപയോഗിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ചീനി. നമ്മൾ 1 കിലോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് തിന്നണം. അപ്പം നമുക്ക് ഇത് പുഴുങ്ങാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ നമ്മുടെ ചീനി പാത്രത്തിലിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് വേണ്ട എത്ര വെള്ളം നമുക്ക് വെക്കണം. 2000 years later. അങ്ങനെ നമ്മളുടെ ചീനിയുടെ വെന്തിട്ടുണ്ട് ഫുള്ള് നല്ലോണം. ഞാൻ ഉപ്പൊക്കെ ഇട്ട്, അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്കിതൊരു ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ചിപ്പിലിലോട്ട് മാറ്റണം. വേണ്ട ഈ ചീനിയെല്ലാം ഇതിനെടുത്ത് ഇങ്ങോട്ട് മാറ്റുകയാണ് വേണ്ട ഇതിലേക്ക്. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യണം. ആണ് മഹാദം ചെയ്യാൻ നോക്കി പക്ഷേ കണ്ണിരിഞ്ഞാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല വെട്ടം ഉണ്ടോണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. വെയിലടിക്കുന്നുണ്ട് കറക്റ്റ് ഇവിടെ. മഹാദം കോരിയിടുകയാണ് ഗൈസ്. 2000 years later. അങ്ങനെ ഗൈസ് നമ്മൾ എല്ലാ ചീനിയും നമ്മൾ ചിപ്പിയിലേക്ക് കോരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഗൈസ് നമ്മൾ പാത്രത്തിൽ പുതിയ വെള്ളം ഒഴിച്ച് നമ്മൾ തേയില വെള്ളത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ തേയില വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. നോക്കാം ടേസ്റ്റ്. നമ്മുടെ ചീനിയുടെ കൂടെ മുളക് ചമ്മന്തിയും പിന്നെ നമ്മുടെ തേയില വെള്ളം ഉച്ച സമയത്ത് അടിയിലാണ് കറലക്കണം ഗൈസ് നല്ലോണം. കാരണം നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ തിളപ്പിച്ചതാണ്. തിളപ്പിച്ചെടുത്തത് അടിപൊളി സാധനം, അടിപൊളി. ഏതാണ്ട് ചീനിയുണ്ട്, മുളക് ചമ്മന്തിയുണ്ട്, തേയില വെള്ളമുണ്ട്. ഒരു തേയില വെള്ളം ഉള്ളു, കാരണം ഇവൻ തേയില വെള്ളം കുടിക്കത്തില്ല ഗൈസ്. അതാ ടേസ്റ്റ് നോക്കിയോടാ. എടുക്ക് ഒരു പീസ് എടുക്ക്. അത് ഞാൻ എങ്ങനെയുണ്ട്? നല്ല എരിവൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഗൈസ് ഞാനും കൂടി കഴിക്കട്ടെ. അടിപൊളി ഗൈസ്.
ഗൈസ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ ടെൻറ്റ് ചലഞ്ച്. ഇനി ഇതേപോലെ അടിപൊളി ഒരു കണ്ടന്റ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ ചീനി നദി വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ചീനിയും എന്തുവായിരുന്നു? ചീനിയും മുളക് മന്തി അടിപൊളിയായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റായിരുന്നു. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഇതേനൊക്കെ ചെയ്യണം. രാത്രിയിലൊക്കെ നല്ല തണുപ്പും പ്രകൃതിയിലെ ശബ്ദങ്ങളൊക്കെ നല്ലോണം കേൾക്കാൻ പറ്റും ഗൈസ്. കൂടുതലും ഡിസംബർ മാസത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല തണുപ്പാണ് ഗൈസ്. അതായത് മാർച്ചിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഇതാവുമ്പോൾ നല്ല തണുത്ത കാലാവസ്ഥ, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. അതിൽ നല്ല കാര്യമാണ്. അപ്പം നിങ്ങൾ ഡിസംബറിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അല്ലേ ക്യാമ്പയിൻ. ഗൈസ് നമ്മുടെ ചാനൽ ഇതോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് 1K ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3 പേരുമായിട്ട് നമ്മൾ ടെൻറ്റ് ചെയ്യുന്നതാണ്. എത്ര ദിവസം? 3 ദിവസം കേസ് നമ്മൾ സർവൈവ് ചെയ്യുന്നതായിരിക്കും. അതും ഇവിടെ തന്നെ വെച്ചുള്ള ഫുഡ് വെച്ച് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കും. ചോറ് വരെ നമ്മളുണ്ടാക്കും. ചോറും കറിയും എല്ലാം, ചിക്കൻ കറി വരെ ഉണ്ടാക്കും. ഉറപ്പാണ് കേസ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ കേസ് ഇതേനൊക്കെ നിങ്ങളും നിങ്ങളുടെ സ്ഥലത്തൊക്കെ പോയി ടെൻറ്റ് ദൂരെയൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അടുത്ത് തന്നെ ഒരു ചെറിയ ടെൻറ്റ് വാങ്ങുക. വലിയ വിലയൊന്നും ആവത്തില്ല കേസ്. ആ ടെൻറ്റ് വാങ്ങി നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്ക്. ഇതേനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.